ഉച്ചയ്ക്ക് പുളിശ്ശേരിയോ കാളനോ ഉണ്ടാക്കാന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അതിനിപ്പോ ഞാൻ സഹായിക്കുന്നില്ല. ഇപ്പം പച്ചെണ്ണ പോലെ. പക്ഷെ അമ്മച്ചി ഉണ്ടാക്കുന്ന രുചി വേണം. പക്ഷെ ഒരാഴ്ചയെങ്കിലും ഫ്രിഡ്ജിൽ ഇരിക്കണം. സോ മോഡിഫിക്കേഷൻ വേണം. പറ്റുമോ? നമുക്ക് നോക്കാം. മലരോണ പാട്ട് ാണെങ്കിൽ കഷ്ണങ്ങളെല്ലാം കൂടെ ഈ വെള്ളിക്കായൊക്കെ ഇട്ട് നമ്മൾ ഇത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് മോരുകറി പോലെ കുറച്ച് ദിവസം അല്ലെങ്കിൽ പുളിശ്ശേരി പോലെ കുറച്ച് ദിവസം വയ്ക്കാനായിട്ടുള്ള രീതി എടുക്കാം. അപ്പം നമ്മൾ എപ്പോഴും കടുക് പൊട്ടിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് ഈ സമയത്ത് ഇപ്പോഴേ നമുക്ക് കാളഞ്ഞ് തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ തേങ്ങയും അതുപോലെ തന്നെ കുറച്ചുള്ളി, ഇച്ചിരി പച്ചമുളക്, ശകല ഇഞ്ചി, ഇവിടത്തുള്ളി ഇതെല്ലാം കൂടെ കൂടി ഇട്ടുന്ന അരച്ച് ശകലം അങ്ങനെ ഇതിൻ്റെ തരാം. നമുക്ക് ഇച്ചിരി ജീരകവും കൂടെ ഇടണേ. അതൊക്കെ ആകുന്ന കൂടെ ആകുമ്പോഴത്തേക്കും അരയ്ക്കാം. പച്ചമുളക്, ഉള്ളി, ശകല ഇഞ്ചി, ഈ സാധനങ്ങളെല്ലാം കൂടി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് കൊടുക്കണം. ഇതിവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബാക്കി ഉള്ളി ഇട്ട് അതിവിടെ മൂത്ത് കിട്ടണം. നമുക്ക് ഞാൻ കൂടുതൽ തന്നെ നമുക്ക് കുറച്ച് പത്തലമുളക് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. അതിലിടുക. പിന്നെ കുറച്ച് കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കിട്ടുന്നുണ്ട്. ആ കൂടുതൽ തന്നെ ഉലുവ ആദ്യം ഇട്ട് പൊട്ടിച്ച കയ്പ് വരും. അതുകൊണ്ട് നമ്മളിതിന്റെ കുറച്ച് നോക്കാനായിട്ട് കൂടുതൽ പൊട്ടിക്കോളും. പിന്നെ അല്പം ജീരകം ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി ഇടുമ്പോൾ അതിന്റെ കുറച്ച് ആ ഒരു രുചി വരും. പിന്നെ ഇത്തിരി ജീരകപ്പൊടി നമ്മൾ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ. മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് മോഡിഫൈഡ് ആയിട്ടുണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് തരത്തിലും കാണിക്കാം. അമ്മച്ചിയുടേതും എന്റെ മോഡിഫൈഡ് ആയിട്ടുള്ളതും കാണിക്കാം. അപ്പൊ ഞാനിപ്പം ഈ കടുക് വറുത്ത് 2 പ്രാവശ്യം ചെയ്യാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്ത് പുളി മാറ്റി. ഇനി നമുക്ക് ഈ കൂടുതൽ സമയം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതിനകത്ത് ശകലം ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇട്ട് അതിന്റെ കൂടുതൽ മൂത്തിട്ട് ആ ഒരു രുചി വരണം. അതിന്റെ കൂടുതൽ തന്നെ ഇച്ചിരി ജീരകം പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ജീരകം പൊടിയും കൂടി ഇട്ട് ഇളക്കിയെടുക്കും. അപ്പൊ അതിനൊരു പ്രത്യേക രുചിയാണ്. അതിന്റെ കൂടുതൽ നമ്മൾ കൂടുതൽ സമയം ഇരിക്കാനുള്ളത് കൊണ്ട് തേങ്ങയൊന്നും ചേർക്കത്തില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ടാവും. മുളക് പൊടി ഒരു ശക്കല അങ്ങോട്ട് തരാം. അതിനകത്ത് ഒരു കളർ അതിന്റെ പുറത്തൊരു നല്ല ഇതായിട്ട് വരുവേ, കളറായിട്ട് വരും. ഒരു എണ്ണയുടെ പുറത്ത് ഇങ്ങനെ നല്ല ഭംഗി കിട്ടും. ഇനി ഒരു എരിവും കിട്ടും. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്കും നമുക്കിതിന്റെ ഞാനിവിടെ മോര് 2 ഇതിനകത്ത് തൈരിട്ട് അപ്പം ഇതിനകത്ത് നമ്മളിതെല്ലാം ചേർത്ത് കൂടെ തൈരിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഒരിക്കലും ഇത് തിളക്കരുത്. അപ്പോൾ ഇത്രയും തൈര് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളത് വളരെ സിം ആയിട്ട് വേണം. ഇനി ജസ്റ്റ് മോള് അരച്ചു തന്ന നമ്മുടെ ഈ തേങ്ങ അരച്ചത് നമ്മുടെ ഈ കാളന്റെ കറിയിലേക്ക് അത് ഇപ്പം ഒരുമാതിരി നല്ല വെന്ത് ചേർന്നു. അതിലേക്ക് അരപ്പിട്ടു നമ്മൾ ഇളക്കിയെടുക്കുകയാണ്. അതൊന്ന് മൂപ്പിക്കണം. നല്ലത് അത് ചെറുതായിട്ട് ആ പച്ചച്ചവയൊന്ന് മാറാനൊന്ന്, പക്ഷെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. വീണ്ടും ആ തൈരിട്ടിട്ട് ഇളക്കിയെടുത്തു. പക്ഷെ നമ്മളിപ്പോഴൊന്നും ഉപ്പ് ചേർക്കില്ല കേട്ടോ. അതാണ് അതിനകത്ത് വേറൊരു ടിപ്പ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇളക്കി ചെറിയ ആവി വരുമ്പോൾ ഇങ്ങനെ എടുക്കുക. ആവി വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യും. കാരണം ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ വിരിഞ്ഞു പോകും. അതുപോലെ ഉപ്പ് ഉടനെ ചേർത്താലും വിരിഞ്ഞു പോകും. വരുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്യണേ. ആവിയായല്ലോ. അപ്പം ഇതിനകത്ത് നമ്മൾ താളിച്ചതങ്ങ് ചേർക്കും. നമ്മളവിടെ ഒന്നിച്ച് കടുക് പൊട്ടിച്ച് വെച്ചത് ഇതുണ്ട്. ഇവിടെ കാളൻ റെഡി. ഞാൻ ഓഫ് ചെയ്യണേ. അത് ഓഫ് ചെയ്തേരെ. പക്ഷെ നമ്മൾ ഉപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആ കൂടുതൽ ഞാനൊന്ന് കാണിക്കുകയാണ്. ഇവിടെയുള്ളവർക്ക് വാങ്ങിക്കാനായിട്ട് നമുക്ക് യോഗട്ട്, പ്ലെയിൻ യോഗട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെയും ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറയൊഴിച്ച് പാലിനകത്ത് ഒഴിച്ച് പിന്നെ തൈരുണ്ടാക്കാം. നമുക്ക് കട്ടിത്തൈരായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ അതിനുള്ള പ്രൊവിഷനുണ്ട്. ഇനി നമ്മൾ ഓഫ് ചെയ്തല്ലോ. ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഉപ്പ് ചേർക്കണം. എന്നിട്ടൊന്ന് രുചിച്ച് നോക്കണം. ഉപ്പ് ആവശ്യമായതിനായോ ഒന്ന്. നല്ലതാണോ? നല്ലതാണ്. അതൊരു മാസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പൊ നോക്കട്ടെ. അത് നോക്കി നമ്മളെ ഉപ്പ് കൂടിയൊന്ന്. നല്ല അപ്പൊ കാളൻ വേണമെങ്കിൽ അത് പക്ഷെ തേങ്ങ അരച്ചത് കൊണ്ട് ചിലപ്പം പെട്ടെന്ന് തേങ്ങ ഇത് എത്ര ദിവസം വേണേലും ഇരുന്നോളും. അങ്ങനെ രണ്ടും പിടിച്ചില്ലേ? താങ്ക് യു മമ്മി. വെല്ലുമിച്ചിക്കും നന്ദി.